ഹലോ, നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക പ്ലീസ്. ഇന്നത്തെ നമ്മുടെ വിഷയം ആഹാര രസങ്ങൾ എങ്ങനെ ദോഷത്തെ, അതായത് ദോഷകോപത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. വാതപിത്ത കഫങ്ങളുടെ സമാവസ്ഥ ആരോഗ്യത്തിനും അവയുടെ കോപാവസ്ഥ രോഗത്തിനും കാരണമാകുന്നു എന്ന് നാം കണ്ടു കഴിഞ്ഞു. നാം കഴിക്കുന്ന ആഹാരരസത്തിൽ നിന്നാണ് ശരീരത്തിനുള്ള ശക്തിയും പോഷണവും ലഭിക്കുന്നത്. കഴിക്കുന്ന ആഹാരം എപ്പോഴും 6 രസങ്ങൾ, അതായത് മധുരം, അമ്ലം, ലവണം, തിക്തം, എരിവ് രസങ്ങൾ ചേർന്നതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ വാതപിത്ത കഫങ്ങളിൽ ഏതെങ്കിലും ഒരു ദോഷം കോപിക്കുമ്പോൾ ആ ദോഷത്തെ ശമിപ്പിക്കുന്ന രസഗുണങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തു വേണം ആഹാരം കഴിക്കാൻ. ഏതൊക്കെ ആഹാരരസം ഏതൊക്കെ ദോഷങ്ങളെ ശമിപ്പിക്കുന്നു എന്ന് നോക്കാം. വാദത്തിന് മധുരം, പുളി, ലവണം രസപ്രധാനമായവും സ്നിഗ്ധ ഉഷ്ണ ഗുരുഗുണങ്ങളുള്ളതുമായ ആഹാരങ്ങൾ വാദം കോപിച്ചിരിക്കുമ്പോൾ അവയുടെ ശമനത്തിനായി കഴിക്കണം. പിത്തത്തിന് കഷായം, തിക്തം, മധുര രസങ്ങളുള്ളതും രൂക്ഷ ശീത ഗുരു ഗുണങ്ങളുള്ളതുമായ ആഹാരങ്ങൾ പിത്തകോപം ശമിപ്പിക്കും. കഫത്തിന് തിക്തം, എരിവ്, കഷായ രസങ്ങളുള്ളതും രൂക്ഷ ഉഷ്ണ ലഘുവുമായ ആഹാരം എല്ലാം കഫത്തെ ശമിപ്പിക്കുന്നതാണ്. ഈ രണ്ട് ദോഷങ്ങളോ 3 ദോഷങ്ങളോ ചേർന്ന് കോപിച്ചുണ്ടാകുന്ന രോഗങ്ങളിൽ യുക്തി അനുസരിച്ച് മുകളിൽ പറഞ്ഞ രസാദികൾ ഉള്ള ആഹാരം കൂട്ടിക്കലർത്തി നൽകാവുന്നതാണ്. മുകളിൽ പറഞ്ഞ രസഗുണങ്ങളുള്ള ആഹാരപാനീയങ്ങൾ ദോഷകോപത്തിന് അനുസരിച്ച് ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതായത് നമുക്ക് തന്നെ ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഹെൽത്തി ഫുഡ് can prevent and treat disease. That's why Hippocrates, the great physician and philosopher, said, "Let food be thy medicine, and medicine be thy food." Thank you.